അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ബിഫായിസീന ബിറിളാ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. ഒരു ജനതയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തണമെങ്കിൽ അവരുടെ കെട്ടിടങ്ങൾ തകർക്കേണ്ടതില്ല, തോക്കുകൾ ചൂണ്ടേണ്ടതില്ല, മറിച്ച് അവരുടെ പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതിയാൽ മാത്രം മതി. ലോകചരിത്രത്തിലെ വളരെ പ്രശസ്തമായ ഈ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു ഗൗരവമേറിയ വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളിന്ന് ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. വിദ്യാലയങ്ങൾ സ്മാർട്ടാകുന്നു, ഹൈടെക് ക്ലാസ് റൂമുകൾ വരുന്നു, കുട്ടികൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നു. ഇതിനെയെല്ലാം നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുമുണ്ട്. എന്നാൽ ഈ തിളങ്ങുന്ന സ്മാർട്ട് ബോർഡുകൾക്കും വലിയ കെട്ടിടങ്ങൾക്കും പിന്നിൽ നമ്മളറിയാതെ വിദ്യാലയങ്ങളുടെ ആത്മാവിനും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വ സംസ്കാരത്തിനുമേൽ ചില നിശബ്ദമായ അധിനിവേശങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇന്ന് ശക്തമാണ്. സമീപകാലത്തായി നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചില ചരിത്രങ്ങൾ മായ്ക്കപ്പെടുന്നു, ചില ശാസ്ത്ര സത്യങ്ങൾ തമസ്കരിക്കപ്പെടുന്നു. വിദ്യാലയ അന്തരീക്ഷങ്ങളിൽ പോലും ഒരു പ്രത്യേക രാഷ്ട്രീയ സാംസ്കാരിക അജണ്ടയുടെ നിഴലുകൾ വീണു തുടങ്ങുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുമ്പോൾ എന്ന വാദം വളരെ ചർച്ചയാകുന്നത്. ഈ ആധുനിക യുഗത്തിൽ ഒരു സമൂഹത്തിൻ്റെ വികസനത്തെ അളക്കുന്നത് അവിടുത്തെ ക്ലാസ് മുറികളുടെ നിലവാരം നോക്കിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മികച്ച സൗകര്യങ്ങളും മികച്ച സാങ്കേതിക വിദ്യയും നൽകുക എന്നത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും പ്രധാന ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ ഭൗതിക വികസനങ്ങൾക്ക് നാം നൽകേണ്ടി വരുന്ന വില എന്താണ്? വരും തലമുറയെ പഠിപ്പിക്കാൻ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾക്കൊപ്പം ആ തലമുറയുടെ ചിന്തകളെയും ചരിത്രബോധത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന പ്രത്യയശാസ്ത്രങ്ങളും നിബന്ധനകളും കൂടി കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഒരു രാജ്യത്തിൻ്റെ വൈവിധ്യവും മതേതരത്വവും പണയം വെച്ചുകൊണ്ടുള്ള വികസനം നമുക്ക് ആവശ്യമുണ്ടോ? ഇത്തരമൊരു വലിയ ആശയക്കുഴപ്പത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളമെന്ന് PM ശ്രീ പദ്ധതിയെ നോക്കിക്കാണുന്നത്. സ്കൂളുകളുടെ വികസനത്തിന് കേന്ദ്രം നൽകുന്ന ഫണ്ടും അതിനോടൊപ്പം നടപ്പിലാക്കേണ്ടി വരുന്ന വിദ്യാഭ്യാസ നയം അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇന്ന് വലിയ തർക്കങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണം നടക്കുന്നു എന്ന ആരോപണം ഒരിടത്ത് ശക്തമാകുമ്പോൾ ന്യൂനപക്ഷ ഇസ്ലാമിക പശ്ചാത്തലമുള്ള വിദ്യാർത്ഥിനികളുടെയും സ്ഥാപനങ്ങളുടെയും അവകാശങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും മറുവശത്തുണ്ട്. ആദ്യമൊക്കെ എതിർക്കുകയും പിന്നീട് ധാരണാപത്രത്തിൽ അഥവാ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പിടുകയും ചെയ്ത കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ശരിയായിരുന്നു. വികസനത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയാണോ അതോ തത്വസംരക്ഷണത്തിനായുള്ള പോരാട്ടമാണോ നമുക്ക് ആവശ്യം എന്നിങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. PM ശ്രീ അഥവാ പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നത് എന്താണ് എന്നത് നമുക്ക് അടുത്തതായി വിശകലനം ചെയ്യാം. ഈ കാലയളവിലെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് PM ശ്രീ. എന്താണ് PM ശ്രീ? എന്തിനാണ് PM ശ്രീ ആവിഷ്കരിച്ചത്? PM ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നത് 2022 സെപ്റ്റംബർ 7 ആ വർഷത്തെ അധ്യാപക ദിനത്തിനോടനുബന്ധിച്ച് രാജ്യത്തെ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പ്രത്യേക പദ്ധതിയാണിത്. പരമ്പരാഗതമായ പഠനരീതികളിൽ നിന്നും മാറി ആഗോള നിലവാരത്തിലേക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ഉയർത്തുന്നതിനാണ് ഈ നയം തിരഞ്ഞെടുത്തത്.
PM ശ്രീ എന്നത് ഒരു പുതിയ സ്കൂൾ ആരംഭിക്കുക എന്നതല്ല, മറിച്ച് നിലവിലുള്ള കേന്ദ്ര സർക്കാർ സ്കൂളുകളിൽ നിന്നും PM ശ്രീയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്കൂളുകളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. 2022 നടപ്പിലാക്കിയ NEP അഥവാ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും പാലിക്കുന്ന സ്കൂളുകളെയായിരിക്കും ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. PM ശ്രീ പദ്ധതി 2022 മുതൽ 2023 മുതൽ 2026-27 വരെയുള്ള 5 വർഷ കാലയളവിലേക്കാണ് വിഭാവനം ചെയ്യുന്നത്. ഈ 5 വർഷ കാലയളവിൽ രാജ്യത്തിലെ 14,500 സ്കൂളുകളെ ആധുനികവൽക്കരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ 5 വർഷ കാലയളവ് കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളും സിലബസുകളിൽ വരുന്ന മാറ്റങ്ങളും താൽക്കാലികമല്ല, അത് സ്ഥിരതയുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് NCERT തയ്യാറാക്കിയ പുതിയ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അടിസ്ഥാനമാക്കിയാണ് സിലബസ് പരിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ സാമ്പത്തിക സഹായ കാലാവധി 2027 അവസാനിക്കുമെങ്കിലും ഈ സ്കൂളുകൾ നടപ്പിലാക്കിയ പുതിയ സിലബസുകളും ആധുനിക പാഠ്യപദ്ധതികളും വരും വർഷങ്ങളിലും തുടർന്നു പോകുന്നതാണ്. ഈ 5 വർഷത്തെ പദ്ധതിക്കായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന ആകെ തുകയെന്നുള്ളത് 27,360 കോടി രൂപയാണ്. ഇതിൽ നിന്നും 60% അഥവാ 18,128 കോടി രൂപ അത് കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. ബാക്കി തുകയായ 40% അഥവാ 9,232 കോടി രൂപ നൽകേണ്ടത് പദ്ധതി നടപ്പാക്കുന്ന സർക്കാരാണ്. ഇനി ഈ ബഡ്ജറ്റ് വിനിയോഗിക്കേണ്ടത് സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്കുമായിരിക്കണം. ഒരു സ്കൂളിന് ഈ 5 വർഷം കൊണ്ട് ലഭിക്കുന്ന ആവറേജ് രൂപ എന്നുള്ളത് 1.13 കോടി രൂപയാണ്. ഇനി പ്രതിവർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്കൂളുകൾക്ക് 20 ലക്ഷം രൂപ വരെ ലഭിക്കും. ഇനി ഈ പദ്ധതിയുടെ നിയമപ്രകാരം ഈ ധനസഹായം ലഭിക്കുന്ന സ്കൂളുകളിൽ ആ സ്കൂളുകളുടെ പേരിനു മുമ്പിൽ നിർബന്ധമായും PM ശ്രീ എന്നും PM ശ്രീയുടെ ബോർഡും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഈ പദ്ധതിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളോട്ട് നോക്കുകയാണെങ്കിൽ 21-ാം നൂറ്റാണ്ടിലേക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് സാധാരണ സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, പഠനരീതി, സാങ്കേതിക വിദ്യ എന്നിവയിലാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നത്. ഉദാഹരണത്തിനായി ബ്ലാക്ക് ബോർഡുകൾക്ക് പകരം ഡിജിറ്റൽ ബോർഡുകളും AI അധിഷ്ഠിത പഠന ഉപകരണങ്ങളും, പരീക്ഷകൾക്ക് വേണ്ടി കാണാതെ പഠിക്കുന്ന രീതി മാറ്റി പരീക്ഷണങ്ങളിലൂടെയും പ്രൊജക്റ്റുകളിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകളിലുള്ള പഠനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ ആഗോള ഭാഷയിൽ പ്രാധാന്യം നേടാനുള്ള അവസരങ്ങൾ. അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ ക്ലാസ്സുകളെ ഘടനകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഫൗണ്ടേഷൻ സ്റ്റേജ്, രണ്ടാമത്തേത് പ്രിപ്പറേറ്ററി സ്റ്റേജ്, മൂന്നാമത്തേത് മിഡിൽ സ്റ്റേജ് എന്നിങ്ങനെ. അതായത് പ്രൈമറി സ്കൂൾ മുതൽ 2-ാം ക്ലാസ് വരെയും, 3-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയും, 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയാണ്. ഇനി ഈ പദ്ധതിയിലേക്ക് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? PM ശ്രീ പദ്ധതിയിലേക്ക് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് വളരെ സുതാര്യവും മത്സരബുദ്ധിയുമുള്ള 3 ഘട്ടങ്ങളായിട്ടാണ്. അതായത് സാധാരണ രീതിയിൽ സംസ്ഥാന സർക്കാർ സ്കൂളുകളെ നേരിട്ട് നാമനിർദ്ദേശം ചെയ്യുന്നതിന് പകരം കൃത്യമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമതായി ധാരണാപത്രത്തിൽ ഒപ്പിടണം. PM ശ്രീ പദ്ധതിയുടെ നിയമങ്ങൾ പൂർണ്ണമായും അനുസരിക്കലാണ് ഇതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇനി അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ പ്ലേ ഗ്രൗണ്ടുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, അങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് പഠന നിലവാരം നോക്കുകയാണ്. നഗരപ്രദേശങ്ങളിൽ 70% മാർക്കും
അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ 60% മാർക്കുള്ള സ്കൂളുകളെയായിരിക്കും ഈ പദ്ധതിയിലോട്ട് തിരഞ്ഞെടുക്കുക. പിന്നെ ഓരോ ബ്ലോക്കുകളിൽ നിന്നും 2 സ്കൂളുകൾ വീതമായിരിക്കും തിരഞ്ഞെടുക്കുക. അതിലൊന്ന് പ്രൈമറി സ്കൂളും രണ്ടാമത്തേത് സെക്കൻഡറി സ്കൂളുമായിരിക്കും. ഇനി PM ശ്രീ പദ്ധതിയെ അനുകൂലിച്ചതും പ്രതികൂലിച്ചതുമായ പശ്ചാത്തലം വീക്ഷിക്കുകയാണെങ്കിൽ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം തുടങ്ങിയ 3 സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും PM ശ്രീയുടെ ഭാഗമായി കഴിഞ്ഞു. ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ അനുകൂലിക്കുന്ന ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ആദ്യം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. എന്നിരുന്നാലും പശ്ചിമ ബംഗാളും തമിഴ്നാടും ഇതുവരെയും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടില്ല. കാരണം കരാറുപത്രത്തിൽ ഒപ്പുവെക്കാത്തത് കാരണം കേന്ദ്ര സർക്കാർ നൽകേണ്ടതായിട്ടുള്ള വിദ്യാഭ്യാസ ഫണ്ടുകൾ തടഞ്ഞു വച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് കേസ് ഉയർത്തുകയും ചെയ്തു. ഇനി കേരളത്തിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാളും തമിഴ്നാടും പോലെ തന്നെ ഈ കേരളവും ആദ്യം വിട്ടുനിന്നിരുന്നെങ്കിലും SSA അതായത് സമഗ്ര ശിക്ഷ അഭിയാൻ വിഹിതം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ഫണ്ടുകളിൽ നിന്നും ഏകദേശം 1500 കോടി മുതൽ 2000 കോടി രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചു. സ്കൂൾ വിദ്യാഭ്യാസ വികസനത്തിനായുള്ള സമഗ്ര ശിക്ഷാ ഫണ്ടിൻ്റെ വലിയൊരു ഭാഗം PM ശ്രീയുമായി ഒപ്പിടുന്നതുമായി കേന്ദ്രം ബന്ധിപ്പിച്ചതോടെയാണ് ഈ ഫണ്ട് തടസ്സപ്പെട്ടത്. ഇതിനെ തുടർന്ന് കേരള സർക്കാർ കേന്ദ്രവുമായി കരാറിൽ ഒപ്പിട്ടു. അതോടെ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരുന്ന ഫണ്ടുകൾ ഘട്ടം ഘട്ടമായി റിലീസ് ചെയ്യുകയും ചെയ്തു. ഇനി ഈ പദ്ധതിയിൽ നിന്നും കേരളം പിന്മാറുകയാണെങ്കിൽ PM ശ്രീ സ്കൂളുകൾക്കായി മാറ്റിവെച്ച 1000 കോടി രൂപയും മറ്റു വിദ്യാഭ്യാസ ഫണ്ടുകൾക്കായിട്ട് മാറ്റിവെച്ച 2000 കോടിയിലധികം രൂപയും വീണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കണക്കാക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള കേരള സർക്കാരിലേക്ക് ഉള്ള ഭീഷണിയായിട്ടാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സ്ഥിതി? നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കേരള സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നതിനാൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട MOU അതായത് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് തുടക്കത്തിൽ കേരളം ഒപ്പുവെച്ചിരുന്നില്ല. കേരളത്തിനോടൊപ്പം തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും ആദ്യം PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം പശ്ചിമ ബംഗാൾ PM ശ്രീയിൽ ഒപ്പുവെച്ചു. 2025 കേരളത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചർച്ചകളിലെല്ലാം PM ശ്രീയുമായി ബന്ധപ്പെട്ട അജണ്ടകൾ വളരെ കുറവായിരുന്നു. 2025 ഒക്ടോബർ 23 LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടി PM ശ്രീയുമായി ബന്ധപ്പെട്ട MOUയിൽ ഒപ്പുവെച്ചു. ഇത് വളരെ രഹസ്യമായിരുന്നു. അതായത് ഇതേപ്പറ്റി മറ്റ് പ്രതിപക്ഷമോ മറ്റോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒപ്പുവെച്ചതിന് കാരണമായി LDF സർക്കാർ വാദിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന SSA ഫണ്ട് അഥവാ സമഗ്ര ശിക്ഷ അഭിയാൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഫണ്ട് കേരളത്തിന് നാളുകളായി തടയപ്പെട്ടു എന്നതുകൊണ്ടാണ്. നിലവിലെ UDF സർക്കാർ, നിലവിലെ ഭരണപക്ഷം PM ശ്രീയെ സംബന്ധിച്ച് ധാരാളമായി അന്വേഷിക്കുകയും അതേപ്പറ്റി പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LDF സർക്കാരിനാണ് ഒപ്പുവെച്ചത്. എന്നിരുന്നാലും പിണറായി വിജയൻ്റെ സെക്രട്ടറി പറയുന്നുണ്ട് കേരളം PM ശ്രീയിൽ ഒപ്പുവെച്ചത് വളരെ വലിയൊരു വീഴ്ചയായിരുന്നു. കാരണം ഇനി ഒരിക്കലും കേരളത്തിന് PM ശ്രീയുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായി ഒഴിവാകാൻ സാധിക്കുകയില്ല. കേരളം PM ശ്രീയെ വളരെ നല്ല രീതിയിൽ എതിർക്കുന്നുണ്ട്. അതിന് കാരണം PM ശ്രീ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പദ്ധതിയായതിനാൽ അതിൻ്റെ ഭരണവും അവകാശവും അധികാരവും മുഴുവനായും കേന്ദ്രത്തിൻ്റെ കീഴിലായിരിക്കും. അങ്ങനെ വന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഭരണവും വിദ്യാഭ്യാസ മന്ത്രിയുടെയും പങ്ക് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഭരണത്തിൽ നിന്നും കുറഞ്ഞു വരും.
അതുമാത്രമല്ല PMCക്ക് ഒരു ഒറ്റ യൂണിഫോം കോഡുണ്ട്. അങ്ങനെ ഉണ്ടായാൽ കേരളത്തിലെ വിവിധ മതവിഭാഗത്തിലുള്ള ജനങ്ങൾ കുട്ടികളും വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ മതചിഹ്നങ്ങളെ യൂണിഫോമിനോട് കൂടി ധരിക്കാൻ കഴിയാതെ വരും. പ്രതിപക്ഷം വാദിക്കുന്ന മറ്റൊന്നാണ് കേരളത്തിലെ ഭാഷാ നയം, പാഠ്യപദ്ധതി എന്നിവയിൽ മാറ്റമുണ്ടാകും എന്നുള്ളത്. അതായത് PMC വന്നു കഴിഞ്ഞാൽ ഭാഷാ പദ്ധതി അതുപോലെ പാഠ്യപദ്ധതി എന്നിവയിൽ മാറ്റങ്ങൾ സംഭവിക്കും. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറച്ചൊക്കെ ഇല്ലാതെ ആക്കിയിട്ട് ചരിത്രപരമായ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. അതുമാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ടും പ്രതിപക്ഷവും മറ്റും കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അധികാരം തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പദവിയും പങ്കും കേരള സംസ്ഥാനത്ത് നിന്നും ഇല്ലാതെയായി പോകുമോ എന്നുള്ള ആശങ്കയാണ് കേരള സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതലായിട്ടുമുള്ളത്. ഇങ്ങനെയുള്ള ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും PMCയെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട്. അവർ പറയുന്നത് PMCയിൽ നിന്നും ധാരാളം ഫണ്ട് ലഭിക്കുമെന്നും ആ ഫണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് വളരെയധികം ഉപകാരപ്പെടുമെന്നും ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് കേരളത്തിലെ വിദ്യാലയങ്ങൾ ധാരാളം മെച്ചപ്പെടുമെന്നുമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അനുകൂല പ്രതികൂല വാദങ്ങൾ കേരളത്തിൽ കുറച്ചധികം നാളുകളായി PMCയെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ആശ്വാസവും ഓരോ വാദങ്ങൾക്കും മറുപടിയുമായി നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറയുന്നത് PMC ഒരിക്കലും കേരളത്തിൽ ഉടനടി ഒരു പദ്ധതി നടപ്പാക്കുന്ന രീതിയിൽ നടപ്പാക്കുകയില്ല. അതേപ്പറ്റി നിലവിലെ സർക്കാർ കാര്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും എങ്ങനെ കേരളത്തിന് യോജ്യമായ രീതിയിൽ PMC നടപ്പിലാക്കും എന്ന് തീരുമാനിക്കുകയും ചെയ്ത ശേഷമായിരിക്കും PMC നടപ്പിലാക്കുക. PMCയെ പറ്റി ധാരാളമായി പഠിക്കുവാനും അതേപ്പറ്റി അന്വേഷണങ്ങൾ നടത്തുവാനും ഒരു 4 അംഗ സബ് കമ്മിറ്റിയെ കേരള സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി PMCയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിദഗ്ധരുമായി ചർച്ചകളും അഭിമുഖ സംഭാഷണങ്ങളും നടത്തുകയും ചെയ്ത ശേഷം അവരുടെ തീരുമാനം കേരള സർക്കാരുമായി ചർച്ച ചെയ്യുകയും അവർ തമ്മിൽ ഒരു അനുയോജ്യ തീരുമാനം കണ്ടെത്തിയ ശേഷം ആ തീരുമാനത്തെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും കേരളത്തിൽ ഇനിയൊരു തീരുമാനം PMCയെ സംബന്ധിച്ച് എടുക്കുകയുള്ളൂ എന്ന് N. ഷംസുദ്ദീൻ പറയുന്നു. അതുമാത്രമല്ല യൂണിഫോമിൻ്റെ കാര്യം, യൂണിഫോമിൽ മതചിഹ്നങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്ന കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേന്ദ്രത്തിനോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല പാഠ്യപദ്ധതിയും ഭാഷാ നയത്തിലും വ്യത്യാസങ്ങൾ വരുത്തുന്ന കാര്യത്തിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടായിരിക്കും കേരളത്തിൽ PMC കൊണ്ടുവരിക. കേരളത്തിൽ PMC കൊണ്ടുവന്നാൽ തന്നെ എല്ലാ സ്കൂളുകളിലും PMC നിലവിൽ വരുത്തുകയില്ല. കേരളത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട രീതികളിലായിരിക്കും PMC നടപ്പിലാക്കുക. അതായത് കേരളത്തിലെ 150-ൽ പരം ബ്ലോക്കുകളിൽ ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ വീതമായിരിക്കും PMC നടപ്പിലാക്കുക. അങ്ങനെ വന്നാൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും PMC നടപ്പിലാക്കപ്പെടുകയില്ല. ഓരോ ബ്ലോക്കുകളിലുമുള്ള 2 സ്കൂളുകളിൽ ആ സ്കൂളുകൾക്ക് അനുയോജ്യമായ രീതിയിൽ മാത്രമായിരിക്കും PMC നടപ്പിലാക്കപ്പെടുക. കേരളത്തിലെ PMC വെറുമൊരു വിദ്യാഭ്യാസ നയം മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധം, വിദ്യാഭ്യാസ സ്വയംഭരണം, കേന്ദ്ര ധനസഹായം എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ധാരാളം ചർച്ചകൾ നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും PMCയുടെ ഭാഗമായി ലഭിക്കുന്ന ധനസഹായം സ്വീകാര്യയോഗ്യമാണ്, സ്വാഗതാർഹമാണ്. അതുകൊണ്ട് കേരളത്തിലെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലെ അധികാരവും കേരളത്തിന് നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ ആശങ്കയാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. കേരള പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും മറ്റ് കേരളത്തിൻ്റെ മുഴുവനായുമുള്ള ഏറ്റവും വലിയ ഒരു നിലവിലുള്ള ഏറ്റവും വലിയ ഒരു ആശങ്കയാണ്
ഭരണം നഷ്ടമാകുമോ എന്നുള്ളത്. അതായത് വിദ്യാഭ്യാസ മേഖലയിലുള്ള കേരളത്തിൻ്റെ സംസ്ഥാനപരമായ ഭരണം കേന്ദ്രത്തെ പൂർണ്ണമായി വിട്ടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ PMC നിലയിൽ വന്നാൽ എന്നുള്ളതാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ആശങ്ക എന്നുള്ളത്. വിദ്യാഭ്യാസം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടിത്തറയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിലും പുതിയ പദ്ധതികളും പരിഷ്കരണങ്ങളും അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അനിവാര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ PM-ശ്രീ പദ്ധതി അവതരിപ്പിച്ചത്. രാജ്യത്തെ തിരഞ്ഞെടുക്കുന്ന വിദ്യാലയങ്ങളെ ആധുനിക സൗകര്യങ്ങളും നവീന അധ്യാപന രീതികളും ഉൾക്കൊള്ളുന്ന മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യവും. എന്നാൽ കേരളത്തിൽ ഈ പദ്ധതി വിദ്യാഭ്യാസ വികസനത്തിനുള്ള അവസരമായും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തെ ബാധിക്കാനും സ്വയംഭരണാവകാശത്തെയും ബാധിക്കാനുള്ള വിഷയമായും ചർച്ച ചെയ്യപ്പെടുന്നു. അതിനാൽ PM-ശ്രീ പദ്ധതിയുടെ കേരളത്തിലെ പ്രത്യാഘാതങ്ങളും വെല്ലുവിളികളും ഒരേപോലെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ എല്ലാ പദ്ധതികളും സംസ്ഥാനത്ത് നടപ്പാക്കണം എന്നത് PM-ശ്രീ പദ്ധതി മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. അപ്പോൾ പൂർണ്ണമായും ആ പദ്ധതികളെല്ലാം നമ്മുടെ കേരള സംസ്ഥാനത്തും നടപ്പാക്കേണ്ടി വരും. ഇത് നമ്മുടെ ഭാരത സാംസ്കാരിക വസ്തുതകൾക്ക് കോട്ടം വരുത്തുന്നതാണ് എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടെന്നാൽ PM-ശ്രീ പദ്ധതി വഴി വിദ്യാലയങ്ങൾക്ക് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായത്തേക്കാൾ അതിലൂടെ കടന്നുവരുന്ന ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളത് നമ്മുടെ മതേതരത്വത്തിന് ഭീഷണിയാണ്, നമുക്കുള്ള ഒരു വെല്ലുവിളിയാണ്. പാഠഭാഗങ്ങളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അതായത് മുമ്പുണ്ടായിരുന്ന SCERT സിലബസുകളിൽ നിന്നും വ്യാപകമായി കുറേ ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിവധം, മുഗൾ ഭരണം, ജാതി വിവേചനങ്ങൾ എന്നിവയാണ്. പകരം ശാസ്ത്രീയ വസ്തുതകൾക്ക് പരിഗണന നൽകാതെ പുരാതന മതഗ്രന്ഥങ്ങളിലെയും വേദങ്ങളിലെയും ചില ആശയങ്ങളെ തിരികെ കയറ്റിയിരിക്കുകയാണ്. ഈ ഒഴിവാക്കപ്പെട്ടതായ ഭാഗങ്ങളും പുതുതായി കൂട്ടിച്ചേർത്ത ഭാഗങ്ങളും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അതിലെല്ലാം ഒരു സാമൂഹ്യ ധ്രുവീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏറ്റവും വലിയ ഒരു പ്രത്യാഘാതമാണ്. ഇത് ആധുനിക ശാസ്ത്ര ജനാധിപത്യ മതേതര വിജ്ഞാനത്തെ നിരുത്സാഹപ്പെടുത്തുന്നതുമാണ്. പ്രധാനമായിട്ടും ഈ പാഠ്യവൽക്കരണത്തിലൂടെ അല്ലെങ്കിൽ പാഠഭാഗങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ കുറേയുണ്ട്. അതിലൊന്നാമത്തതാണ് ശാസ്ത്രബോധം നഷ്ടപ്പെടുക എന്നുള്ളത്. അതായത് ഈ വേദപഠനങ്ങളെയൊക്കെ അതിനകത്തോട്ട് കയറ്റിയത് ശാസ്ത്രഭാഗങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ശാസ്ത്രീയ സത്യങ്ങളും ചരിത്ര വസ്തുതകളും ഒഴിവാക്കപ്പെടുമ്പോൾ കുട്ടികളിൽ യുക്തിചിന്തയും ശാസ്ത്രബോധവും കുറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ ചോദ്യം ചോദിക്കുന്നതിനു പകരം അന്ധമായ വിശ്വാസങ്ങളെ പിന്തുടരുന്ന ഒരു തലമുറ വളർന്നു വരും. അടുത്ത ഒരു പ്രത്യാഘാതമാണ് സാമൂഹ്യ ധ്രുവീകരണം. വിദ്യാലയങ്ങൾ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിന് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ നമ്മൾ അവർ എന്നുള്ള ഒരു വേർതിരിവ് ഉണ്ടാകാം. ഇത് നമ്മുടെ കേരളത്തിൻ്റെ മതേതരത്വത്തിനും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മതേതരത്വത്തിനും പരസ്പര സൗഹാർദ്ദത്തിനും വലിയ ഭീഷണിയാണ്. ഇന്ത്യ എന്നുള്ളത് ഒരു മതേതര സെക്യുലർ രാഷ്ട്രമാണല്ലോ. ചരിത്രത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയാണ് മൂന്നാമത്തെ പ്രത്യാഘാതം. അതായത് യഥാർത്ഥ ചരിത്ര സംഭവങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വക്രീകരിക്കപ്പെട്ട ചരിത്രം പഠിപ്പിക്കുമ്പോൾ രാജ്യത്തിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കുട്ടികളിൽ തെറ്റായ ചരിത്രബോധമാണ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ NCERT സിലബസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. അത് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യ സമരം എടുക്കാം. നമ്മുടെ സ്വാതന്ത്ര്യ സമരം നോക്കുകയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്ത ഒത്തിരി സേനാനികളുണ്ട്. പക്ഷേ ആ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ് ഈ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ളവരും ഒക്കെ. അവരൊക്കെ ചില മതന്യൂനപക്ഷം ആയതുകൊണ്ട് മാത്രം ഒഴിവാക്കപ്പെട്ടവരാണ്. അപ്പോൾ ചരിത്രത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയാണ് ഈ പാഠ്യവൽക്കരണ പദ്ധതി കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്നത് എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ്. ഇവിടെ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമുണ്ട്. എന്നാൽ
കേന്ദ്രീകൃതമായ ഒരു ഒറ്റ നിയമം കൊണ്ടുവരുമ്പോൾ അത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശത്തെ ബാധിച്ചേക്കാം. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മദ്രസകൾ പോലെയുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശത്തെ ഈ കേന്ദ്രീകൃത നയം ദോഷകരമായി ബാധിച്ചേക്കാം. ഇതുവരെ നടന്ന വളരെ ഗൗരവമേറിയതായ ഈ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഇനിയും തുടരേണ്ടതുണ്ട്. ഒരു വശത്ത് വിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. അതിനുള്ള ഫണ്ടുകൾ നമുക്ക് ആവശ്യമാണ്. എന്നാൽ മറുവശത്ത് ഇന്ത്യയുടെ മതേതരത്വവും സാംസ്കാരിക വൈവിധ്യങ്ങളും ചരിത്ര വസ്തുതകളും ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യപ്പെടരുത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. സംസ്ഥാനത്തിൻ്റെ അധികാരം നിലനിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൽ രാഷ്ട്രീയ അജണ്ടകൾ കലരാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് സർക്കാർ നിയോഗിച്ച മന്ത്രിതല ഉന്നത സമിതി തീരുമാനത്തിലൂടെ വ്യക്തമാക്കും. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഇതിനോടകം തന്നെ രാജ്യത്ത് 1-ാം സ്ഥാനത്താണ്. ഇവിടെ 40,000-ത്തിലകം സ്മാർട്ട് ക്ലാസ് റൂമുകളും സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചിന്താ സ്വാതന്ത്ര്യത്തെയും സിലബസിനെയും കേന്ദ്രത്തിന് പണയം വയ്ക്കാൻ കഴിയില്ല. പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ ചരിത്രവും മുസ്ലിം ഭരണാധികാരികളുടെ സംഭാവനകളും ഒഴിവാക്കുന്നു എന്ന ആശങ്ക മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്നുമുണ്ട്. ചരിത്രങ്ങൾ മായ്ച്ചു കളഞ്ഞോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൻ്റെ കണ്ണടയിലൂടെ മാത്രം ലോകത്തെ കാണാൻ പഠിപ്പിച്ചോ നമുക്ക് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധ്യമാകുന്നതല്ല. വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ സൗന്ദര്യം. പല നിറങ്ങളും പല സംസ്കാരങ്ങളും ചേർന്നതാണ് നമ്മുടെ ഈ രാജ്യം. ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നവനായിരിക്കണം നാളത്തെ ഇന്ത്യൻ പൗരന്മാർ. സ്കൂളുകൾ നടക്കേണ്ടത് ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ടയുടെ കുത്തിവെപ്പല്ല, മറിച്ച് സ്വാതന്ത്ര്യമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകലാണ്. എൻ്റെ മനസ്സിലെ ജാലകങ്ങൾ ഞാൻ അടച്ചു വയ്ക്കില്ല. എല്ലാ സംസ്കാരങ്ങളുടെയും കാറ്റ് അതിലൂടെ വീശട്ടെ, പക്ഷേ ആ കാറ്റിൽ ഞാൻ ഒലിച്ചു പോകില്ല എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മതേതരത്വവും ജനാധിപത്യവുമുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയ്ക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറ്റവും കൂടുതൽ സംവാദങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയാക്കിയ ഒരു വിഷയമാണ്. PM ശ്രീ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുമ്പോൾ ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. വിദ്യാഭ്യാസം ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഒരു ഉപാധിയാണ്. അത് അറിവ് നൽകുന്നതിനോടൊപ്പം ജനാധിപത്യ ബോധ്യവും ശാസ്ത്രീയ മനോഭാവവും മതനിരപേക്ഷയും മാനവിക മൂല്യങ്ങളും വളർത്തി മനുഷ്യൻ്റെ ഒരു ഉന്നത നില സാധ്യമാക്കാൻ നയിക്കുന്നു. എന്നിരുന്നാലും വിദ്യാഭ്യാസ നയങ്ങളിലും പാഠ്യപദ്ധതികളിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സ്വാധീനങ്ങൾ കടന്നു വരുമ്പോൾ വിദ്യാഭ്യാസം അധം പതിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച PM ശ്രീ എന്ന പദ്ധതിയുടെ ചിലർ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള പദ്ധതിയായി കാണുമ്പോൾ മറ്റു ചിലർ ഇതിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടക്കുകയാണെന്ന വിമർശനമാണ് ഉയർത്തുന്നത്. എന്നിരുന്നാലും
വിദ്യാഭ്യാസം വെറും പാഠപുസ്തകങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്ന പ്രക്രിയയല്ല, മറിച്ച് അതൊരു സമൂഹത്തിൻ്റെ ചിന്തയും മൂല്യങ്ങളും ഭാവിയും രൂപപ്പെടുത്തുന്ന സംവിധാനമാണ്. ഇതിനിടയിൽ നെൽസൺ മണ്ടേലയുടെ പ്രസിദ്ധമായ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഈ വാക്യം വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസം മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് PM ശ്രീ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുകയുള്ളൂ. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് ചരിത്രം ആയിരക്കണക്കിന് വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. വേദകാലത്ത് ഗുരുകുലങ്ങളായിരുന്നു പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. അന്ന് വിദ്യാർത്ഥികൾ ഗുരുവിൻ്റെ ആശ്രമത്തിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത്. അന്ന് വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഗണിതം, ജ്യോതിശാസ്ത്രം തുടങ്ങി ഒട്ടനവധി മേഖലകൾ പഠിക്കുകയുണ്ടായി. മാത്രമല്ല ആയുർവേദം, യുദ്ധകല, ധാർമ്മിക മൂല്യങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ബുദ്ധമതം ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അതോടുകൂടെ ബൗദ്ധവിഹാരങ്ങളായിരുന്നു ഇന്ത്യയിൽ നടന്നിരുന്നത്. നാളന്ദ സർവകലാശാല എന്നുള്ളത് അറിയപ്പെടുന്ന ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാലയായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ ജ്യോതിശാസ്ത്രം, ഭാഷാശാസ്ത്രം തുടങ്ങിയ ഒട്ടനവധി ശാസ്ത്രങ്ങളും അതിനു പുറമെ ഭാഷയും മറ്റും പഠിപ്പിക്കുന്നു. പിന്നീട് ജൈനമതവും ഇസ്ലാം മതവും കടന്നു വന്നു. ജൈനമതത്തിലൂടെ ഒരുപാട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ രൂപീകരിക്കുകയും ഭരണം ഇസ്ലാമിൻ്റെ കൈകളിലേക്ക് എത്തിയതോടെ മദ്രസകൾ കൂടുതൽ പ്രസിദ്ധമാവുകയും ചെയ്തു. അറബി ഭാഷയും പ്രവിശ്യൻ ഭാഷകളും ഇതിനോടകം മദ്രസകളിൽ പഠിപ്പിച്ചു. ഇതിലൂടെ തന്നെ ഗുരുകുല സമ്പ്രദായങ്ങളും ബൗദ്ധവിഹാരങ്ങളും ഇതിനിടയിലൂടെ കടന്നു പോകുന്നു എന്നത് നാം മറക്കരുത്. ക്ഷേത്ര കേന്ദ്രീകൃത പഠന രീതികളും ഇതിനിടയിൽ നടന്നു പോന്നു. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ക്ഷേത്രങ്ങളുടെ കേന്ദ്രീകൃത പഠന രീതികളിൽ ബുദ്ധമത കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ബ്രാഹ്മണ മതങ്ങൾക്കായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കുറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടം കടന്നു വന്നു. അതോടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് വലിയൊരു മാറ്റത്തിരുത്തലുകളുണ്ടായി. ആദ്യമായി പറയേണ്ടത് 1835 കഥയാണ്. 1835 തോമസ് ബാബിങ്ടൺ മക്കാളയുടെ പ്രസിദ്ധമായ മൈന്യൂട്ടൺ എഡ്യൂക്കേഷൻ എന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകി. പിന്നീട് 1854 വൂഡ്സ് ഡിസ്പാച്ച് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയായി കണക്കാക്കപ്പെട്ടു. ഈ മക്കോളയുടെ പ്രസിദ്ധമായ മൈന്യൂട്ടൺ എഡ്യൂക്കേഷൻ എന്നത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനാണെന്ന് നാം പറഞ്ഞല്ലോ. അത് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് കൂടുതൽ എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പിന്നീട് 1882 ഹണ്ടർ കമ്മീഷൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് ശുപാർശ ചെയ്തു. പിന്നീട് സ്വാതന്ത്ര്യം ലഭിക്കുകയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇന്ത്യക്ക് മാത്രമായിട്ടൊരു വിദ്യാഭ്യാസ രീതി വേണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1948 മുതൽ 1966 വരെ വിവിധ തരം കമ്മീഷനുകൾ രൂപം കൊണ്ടു. അതിൽ രാധാകൃഷ്ണൻ, മുതലിയാർ, കോദാരി എന്നീ കമ്മീഷനുകൾ ഉൾപ്പെടുന്നു. 1968 ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. 2009 അത് RTE ആയി നിയമിച്ചു. അത് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നറിയപ്പെടുന്നു. പിന്നീട് 2020 NEP 2020 അതായത് പുതിയ ദേശീയ വിദ്യാഭ്യാസം നിലവിൽ വന്നു. ഈ നയം നടപ്പിലാക്കാൻ മാതൃക സ്കൂളുകൾ വേണമെന്ന ആശയത്തിലാണ് PM ശ്രീ എന്ന പദ്ധതി നിലവിൽ വന്നത്. അങ്ങനെ 2022 PM ശ്രീ എന്ന പദ്ധതി നിലവിൽ വന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രം ഇതിലൂടെയെല്ലാം കാണിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ നയങ്ങൾ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതിയെയും അതേ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് മറ്റൊരു വ്യവസ്ഥയെ നമുക്ക് കാണാം. അപ്പോൾ കാവ്യവൽക്കരണം എന്നതിലാണ് നമ്മുടെ പ്രധാന സംവാദം ആരംഭിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ PM ശ്രീ?
വിദ്യാഭ്യാസം എന്നത് കേവലം അറിവ് പകരുന്ന ഒരു സംവിധാനം മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ മൂല്യവും സംസ്കാരവും ചിന്താശേഷിയും ജനാധിപത്യ ബോധവും വളർത്തുന്ന ശക്തമായ ഉപകരണമായാണ് വിദ്യാഭ്യാസത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ വിദ്യാഭ്യാസ നയങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പലതരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വന്നേക്കാം. ഇന്ത്യയിൽ ഇതുവരെ പ്രധാനമായും 3 വിദ്യാഭ്യാസ നയങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യമായി എന്താണ് വിദ്യാഭ്യാസ നയം എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, എന്താണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെ പഠിപ്പിക്കണം, വിദ്യാർത്ഥികളുടെ വളർച്ചയ്ക്ക് എന്ത് സഹായമാണ് ഗവൺമെൻറ് നൽകേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്ന ഒരു പദ്ധതിയാണ് വിദ്യാഭ്യാസ നയം. ഒന്നാമതായി 1968 ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഒന്നാമത്തെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുന്നത്. 1964 ഗവൺമെൻറ് വിദ്യാഭ്യാസ വിചക്ഷണനും UGC ചെയർമാനുമായ ഡോക്ടർ ദൗലത് സിംഗ് കോത്താരിയുടെ നേതൃത്വത്തിൽ ഒരു എഡ്യൂക്കേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. പിന്നീട് കോത്താരി കമ്മീഷൻ 2 വർഷത്തെ സർവേ നടത്തുകയും തുടർന്ന് 1966 ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു നിയമനം നോക്കുകയാണെങ്കിൽ 10+2 +3 എന്നിങ്ങനെയുള്ള ഒരു നിയമപഠനമാണ് അവർ ഇതിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. 10 വർഷത്തെ പൊതുവിദ്യാഭ്യാസത്തെ ബഹിഷ്കരിച്ച് 2 വർഷത്തെ ഹയർ സെക്കൻഡറി പഠനമാക്കി അതിനെ അവർ മാറ്റി. വിഷയങ്ങളെ സവിശേഷവൽക്കരിക്കുന്നതിന് വേണ്ടി തലങ്ങളാക്കി തിരിക്കുകയും സയൻസും കൊമേഴ്സും ആക്കി തിരിക്കുകയും ചെയ്തു. പിന്നീട് 1968 ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ പാർലമെന്റിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായ ഏകോപനം എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. ഇതിലാണ് ത്രിഭാഷാ നയം പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ വരുമാനത്തിൻ്റെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് കോത്താരി കമ്മീഷൻ നിർദ്ദേശിച്ചു. എന്നാൽ പിൽക്കാലത്ത് ഈ വിദ്യാഭ്യാസ നയം എടുത്തു കളഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വന്നതില്ല. പിന്നീട് 1968 അതിനുശേഷം 1986 രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. ഇത് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. 1976 വിദ്യാഭ്യാസത്തെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശുപാർശ വന്നു. ഇത് ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഭരണഘടനാ ഭേദഗതി 42 പ്രകാരം അതിലേക്ക് കൂട്ടിച്ചേർത്തു. അതോടെ വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടാൻ ആരംഭിച്ചു. 1986 വീണ്ടും രാജീവ് ഗാന്ധി പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് പാർലമെന്റിലെ നോക്കുകയാണെങ്കിൽ അന്നത്തെ HRD മിനിസ്റ്റർ നരസിംഹറാവു ആയിരുന്നു. വിദ്യാഭ്യാസത്തെ ആധുനികവൽക്കരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇത് നടപ്പാക്കാൻ വേണ്ടി ഒരു പോളിസി നടപ്പാക്കുകയും ചെയ്തു. ഇതിന് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1986 ഈ പദ്ധതി നടപ്പിലാക്കി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വേണം എന്ന് ആവർത്തിച്ചു. ഇതുപ്രകാരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 2 ക്ലാസ്സുകൾ വേണമെന്നും ആ ക്ലാസ്സുകൾ 2 ടീച്ചേഴ്സ് വേണമെന്നും അതിലൊന്ന് സ്ത്രീ ആയിരിക്കണമെന്നും ഉള്ള മാനദണ്ഡം അവർ മുന്നോട്ട് വെച്ചു. തുടർന്ന് നീണ്ട 34 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് NEP എന്ന വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുന്നത്. NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ജൂലൈ 29 അത് പ്രഖ്യാപിക്കുന്നത്. ഈ NEPയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 5-10 എന്നുള്ള സിസ്റ്റം മാറ്റിക്കൊണ്ട് 5-3-3-4 എന്നൊരു വിദ്യാഭ്യാസ രീതിയിലേക്ക് അവർ മാറുകയുണ്ടായി. തുടർന്ന് മാതൃഭാഷയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയായിട്ട് ഇതിനെ കണക്കാക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 2022 അധ്യാപക ദിനത്തിൽ, അതായത് സെപ്റ്റംബർ 7 PM-ശ്രീ എന്ന പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് തങ്ങൾ തിരഞ്ഞെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്നു. അതായത് 60% കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ബാക്കി വരുന്ന 40% സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നുമാണ് വരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട 10 ലക്ഷത്തോളം വരുന്ന 7 സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 14,500 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇതിൽ അംഗത്വം ലഭിക്കുന്നത്. ഇതിലേക്ക് അംഗത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മത്സര പരീക്ഷകൾ നടക്കേണ്ടതുണ്ട്. ഇത് ഓരോ പ്രദേശത്തെ ആസ്പദമായിട്ടായിരിക്കും ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുക. ഇതിനു വേണ്ടി ആകെ ചിലവഴിക്കുന്നത് 27,360 കോടി രൂപയാണ്. 18,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റും ബാക്കി വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് തീരുമാനിക്കുന്നത്.
PM-ശ്രീയിൽ അംഗമാകാൻ വേണ്ടി ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നിലവാരം പരിശോധിക്കുകയും അതിന് അവർക്കുള്ള മാർക്ക് നിശ്ചയിക്കുകയും ചെയ്യുന്നു. നഗരപ്രദേശങ്ങളാണെങ്കിൽ 70% മാർക്കും ഗ്രാമപ്രദേശമാണെങ്കിൽ 30% മാർക്കും ലഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരിക്കും PM-ശ്രീ എന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കുക. എന്നാൽ 2022 ഈ PM-ശ്രീ എന്ന പദ്ധതി ആവിഷ്കരിച്ച തുടക്കത്തിൽ തന്നെ ഭൂരിഭാഗം ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാവരും ഈ അംഗത്വം നേടുകയുണ്ടായി. ഇതിലേക്ക് അംഗത്വം നേടാൻ വേണ്ടി ഒരു ആധാരപത്രത്തിൽ ഒപ്പുവെച്ച ശേഷം മാത്രമേ ഇതിലേക്ക് അംഗത്വം ലഭിക്കുകയുള്ളൂ. എന്നാൽ കേരളം, പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, തമിഴ്നാട് തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾ ഇതിൽ നിന്നും ഒപ്പുവെക്കാതെ പിന്നോട്ട് നിന്നു. എന്നാൽ പിൽക്കാലത്ത് അവർ ഒപ്പുവെക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് കേരളം അന്ന് ഒപ്പുവെക്കാതെ പിന്നീട് ഒപ്പുവെച്ചത് എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതായത് തെളിച്ചു പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു തന്ത്രം മെനയുകയായിരുന്നു. കേരളത്തിൽ ലഭിക്കേണ്ട SSKയുടെ 1000 കോടി രൂപ അവർ തടഞ്ഞു വെച്ചു. PM-ശ്രീയിൽ എന്നാണോ അവർ ഒപ്പുവെക്കുന്നത് അന്ന് മുതലായിരിക്കും ഈ പണം അവർക്ക് ലഭിക്കുക എന്നൊരു മാനദണ്ഡം അവർ മുന്നോട്ട് വെച്ചു. അങ്ങനെ 2025 ഒക്ടോബർ 21 പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അവർ ഇതിലേക്ക് ഒപ്പുവെക്കുന്നത്. SSKയുടെ ഫണ്ട് ലഭിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് പിൽക്കാലത്ത് പിണറായി സർക്കാർ ഇതിനെ കാണുന്നത്. എന്നാൽ ഇപ്പോഴും പശ്ചിമ ബംഗാൾ ഇതിൽ ഇപ്പോഴും ഒപ്പുവെച്ചിട്ടില്ല. അവർക്ക് ലഭിക്കാനുള്ള 1500 കോടി രൂപയോളം പണമുണ്ട്. അതിനുവേണ്ടി അവർ നിരന്തരമായി സുപ്രീം കോടതിയെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. PM-ശ്രീയുടെ സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ സ്മാർട്ട് ക്ലാസ് മുറികൾ, ഡിജിറ്റൽ ലൈബ്രറികൾ, ശാസ്ത്രഗണിത ലാബുകൾ, ഹരിത ക്യാമ്പസ്, കായിക സൗകര്യങ്ങൾ, ഊർജ വിദ്യാഭ്യാസം എന്നിവയെല്ലാം അവർ ഉൾക്കൊള്ളുന്നു. ഇതിനുവേണ്ടി പല പ്രദേശങ്ങളായി പല തരത്തിലുള്ള ഫണ്ട് സമാഹാരമാണ് നടക്കുന്നത്. വടക്കൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീർ പോലുള്ളവ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഫണ്ടിന്റെ 90% പണം കേന്ദ്ര ഗവൺമെന്റാണ് ഈ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. ബാക്കി 10% മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റുകൾ നൽകുന്നത്. എന്നാൽ നിയമസഭകളില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 100% ഫണ്ട് നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. എന്നാൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് 60% കേന്ദ്ര ഗവൺമെന്റും ബാക്കി വരുന്ന 40% അതത് സംസ്ഥാന ഗവൺമെന്റുകളാണ് എടുക്കേണ്ടത്. ഈ NEP നടപ്പിലാക്കുന്നതോടുകൂടി പല തന്ത്രങ്ങളും നാം അനുസരിക്കേണ്ടി വരും. PM-ശ്രീ നടപ്പിലാക്കുന്നതിലൂടെ NEPയെ പൂർണ്ണമായി അനുസരിക്കേണ്ട അവസ്ഥയാണ് സംസ്ഥാനങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പല വിമർശനങ്ങളും ഇതിലേക്ക് ഉന്നയിക്കുന്നുണ്ട്. ഈ NEP നടപ്പിലാക്കുന്നതിലൂടെ RSSന്റെയും BJPയുടെയും അജണ്ടകൾ തങ്ങൾ അനുസരിക്കേണ്ടി വരുമെന്നും തങ്ങളുടെ ഇന്ത്യൻ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് അവർ പല രൂപത്തിലേക്ക് മാറ്റുന്നു എന്നുമാണ് അവർ ഇതിലേക്ക് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. മറ്റൊരു പ്രശ്നമായി കാണുന്നത് ഈ PM-ശ്രീ എന്ന് പറയുന്നത് 5 വർഷത്തേക്കുള്ള ഒരു പദ്ധതിയായാണ് കണക്കാക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ 2023 മുതൽ 2027 വരെയുള്ള ഒരു പദ്ധതിയായിട്ടാണ് കണക്കാക്കുന്നത്. 5 വർഷത്തെ പദ്ധതിയാണെങ്കിലും ഈ 5 വർഷത്തെ ഒപ്പുവെച്ച ശേഷം 5 വർഷം കഴിഞ്ഞ ശേഷം കേന്ദ്ര ഗവൺമെന്റിനും NEPക്കും കീഴിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സിലബസ് സംസ്ഥാനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു വിമർശനം കൂടി ഇതിന്റെ മുകളിൽ വരുന്നുണ്ട്. ഈ PM-ശ്രീയിൽ അംഗത്വം ലഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ PM-ശ്രീയുടെ ബോർഡ് വെക്കൽ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച ഒരു ബോർഡ് കൂടി അവിടെ സ്ഥാപിക്കണം. ഇതിലേക്ക് അംഗത്വം ലഭിച്ച സ്കൂളുകൾക്ക് ഓരോ വർഷവും 1.13 കോടി രൂപ വീതമാണ് സർക്കാർ നൽകുന്നത്. എന്നാൽ ഈ പണം എങ്ങനെ ചിലവഴിക്കണം, എന്തിന് ചിലവഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഡിസ്ട്രിക്ട് ബോർഡായിരിക്കും ആ പണം എങ്ങനെ ചിലവഴിക്കണം, എന്തിനു വേണ്ടിയാണ്, എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയാണ് ചിലവഴിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അവസാനമായി പറയുകയാണെങ്കിൽ PM-ശ്രീ ഒരു കെട്ടിട വികസന പദ്ധതി മാത്രമായല്ല കണക്കാക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മാതൃകാ നടപ്പാക്കൽ സംവിധാനമാണിത്. അപ്പോൾ PM-ശ്രീയെ രാഷ്ട്രീയപരമായി കാവ്യവൽക്കരണം എന്ന പദത്തിലൂടെ വിമർശിക്കപ്പെടുന്നതായി നാം കാണുന്നു. യഥാർത്ഥത്തിൽ PM-ശ്രീ കാവ്യവൽക്കരണം എന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്ത്?
കാവ്യവൽക്കരണം അഥവാ സാഫ്രോണൈസേഷൻ എന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. ഒരു പ്രത്യേക മത രാഷ്ട്രീയ ആശയധാരണക്ക് അനുകൂലമായ രീതിയിൽ വിദ്യാഭ്യാസം, ചരിത്രം, പാഠപുസ്തകങ്ങൾ, സാംസ്കാരിക ഉള്ളടക്കം എന്നിവ രൂപപ്പെടുത്തുന്നു എന്ന വിമർശനത്തെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ വിശേഷണം എല്ലാവരും അംഗീകരിക്കുന്നില്ല. പിന്തുണക്കുന്നവർ ഇത് ഇന്ത്യയുടെ പൈതൃകത്തിന് അർഹമായ സ്ഥാനം നൽകാനുള്ള ശ്രമമാണെന്നാണ് പറയുന്നത്. എല്ലാ പദ്ധതികളും വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമാവുന്നതുപോലെ തന്നെ PM ശ്രീ പദ്ധതിയും വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിട്ടുണ്ട്. അതിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതിലെ പ്രധാന പ്രശ്നമായി ഉയർത്തപ്പെടുന്നത് ചരിത്ര പാഠപുസ്തകങ്ങളിലെ മാറ്റങ്ങളാണ്. അഥവാ NCERT പുസ്തകങ്ങളിൽ ചില അധ്യായങ്ങൾ അവർ ഒഴിവാക്കുകയും മറ്റു ചില അധ്യായങ്ങളെ വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ RSSന്റെയും BJPയുടെയും ആശയങ്ങൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കുത്തിനിറക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന് മുഗൾ ചരിത്രം അവർ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ ചില കലാപങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ചരിത്രം ഏകപക്ഷീയമാക്കാനുള്ള ശ്രമം വളരെ വ്യക്തമാണ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറക്കാനാണ്, അതുപോലെ അവർക്ക് ആവശ്യമില്ലാത്ത ആവർത്തിച്ചു വരുന്ന ഭാഗങ്ങളെ ഒഴിവാക്കാനാണ് എന്നുമാണ് സർക്കാരിൻ്റെ വാദം. അടുത്തതായി ഇന്ത്യൻ പാരമ്പര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം. അഥവാ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, സംസ്കൃതം, യോഗ, ആയുർവേദം തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രശ്നമായി ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിലൂടെ ഇന്ത്യയുടെ പാരമ്പര്യ വിജ്ഞാനം ലോകത്തിന് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ലോകമൊട്ടാകെ ഇന്ത്യയുടെ പാരമ്പര്യ വിജ്ഞാനത്തെ പ്രചരിപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ആധുനിക ശാസ്ത്രവും വിവിധ ചരിത്ര കാഴ്ചപ്പാടുകളും തുല്യമായി ഉൾപ്പെടുത്തണം എന്നാണ് വിമർശകർ പറയുന്നത്. മറ്റൊരു വിമർശനമാണ് ത്രിഭാഷാ നയം അഥവാ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എന്നിവ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരിക എന്നതാണ് PM ശ്രീ പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഹിന്ദി ആധിപത്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഹിന്ദി നിർബന്ധമല്ല, സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടാനുസരണം അല്ലെങ്കിൽ അവരുടെ ആവശ്യാനുസരണം ഹിന്ദിയെ നടപ്പാക്കാം. അല്ല, അവർക്ക് ആവശ്യമില്ല എങ്കിൽ അവർക്ക് ഹിന്ദിയെ സിലബസിൽ നിന്നും ഒഴിവാക്കാം എന്നതാണ് സർക്കാരിന്റെ നിലപാട്. വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകരണമാണ് മറ്റൊരു പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിദ്യാഭ്യാസ രംഗത്ത് അധികാരമുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് PM ശ്രീ പോലുള്ള പദ്ധതികൾ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം കുറക്കുമെന്നാണ്. ഇതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് PM ശ്രീയിൽ ഒപ്പുവെച്ച എല്ലാ വിദ്യാലയങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടുന്ന ഒരു PM ശ്രീ ബോർഡ് അവരുടെ വിദ്യാലയങ്ങളിൽ സ്ഥാപിക്കണം എന്നാണ്. അതുപോലെ അവർ നൽകുന്ന ഫണ്ട് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നും അത് എങ്ങനെ ചിലവഴിക്കണം എന്നും തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇതിലൂടെ തന്നെ എത്രത്തോളം സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് സ്വാതന്ത്ര്യം കുറയുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ കാലാവധി 5 വർഷമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും 5 വർഷത്തിന് ശേഷവും എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ PM ശ്രീയുടെ കീഴിൽ തന്നെ പ്രവർത്തനം തുടരണമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ PM ശ്രീയുടെ ബോർഡ് അവർ സ്ഥാപിക്കുന്ന സമയത്ത് അവർ പിന്നീട് PM ശ്രീയുടെ കീഴിലുള്ള ഒരു വിദ്യാലയങ്ങളായി മാറുകയും പിന്നീട് എല്ലാവരും അത് PM ശ്രീയുടെ വിദ്യാലയങ്ങളായി കണക്കാക്കപ്പെടുകയും ചെയ്യും. അതുപോലെ ഫണ്ടിന്റെ കൈകാര്യങ്ങളിലെ കാര്യങ്ങളിലായാലും സംസ്ഥാനങ്ങൾക്ക് അഭിപ്രായം പറയാനോ മറ്റു തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള അവസരങ്ങളോ അവകാശങ്ങളോ അവിടെ ലഭിക്കുന്നില്ല. ഇതിലും സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം കുറയുകയാണ്. ഇതിലൂടെയെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രത്തിനാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം വരുന്നത്. ഇതിലൂടെയെല്ലാം വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തെ കേന്ദ്രം അടിച്ചമർത്തുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. മറ്റു ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു പ്രധാനമന്ത്രിയുടെ പേരിൽ സർക്കാർ സ്കൂളുകൾ ബ്രാൻഡ് ചെയ്യുന്നത് ശരിയാണോ? കാരണം PM ശ്രീ പദ്ധതി ഒരു പ്രധാനമന്ത്രിയുടെ പേരിലാണല്ലോ. എന്നാൽ സർക്കാർ ഇതിന് പറയുന്നത് സർക്കാർ പദ്ധതികൾക്ക് പേരിടുന്നത് പുതുമയുള്ള കാര്യമല്ല. കാരണം സർക്കാർ ഏതൊരു പദ്ധതിക്കും പേരുകൾ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ പേരിനേക്കാൾ പദ്ധതിയുടെ ഗുണമാണ് പ്രധാനമെന്നാണ് അവരുടെ വാദം. മറ്റൊരു പ്രശ്നമായി ഉയർന്നു വന്നതാണ് അസമത്വം. എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ഒരേ നിലവാരത്തിലുള്ള വികസനം ലഭിക്കുമോ, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ചില സ്കൂളുകൾക്ക് മാത്രമേ വികസനം ഉണ്ടാവൂ എന്നതാണ്. കാരണം തിരഞ്ഞെടുത്ത 14,500 വിദ്യാലയങ്ങൾക്കാണ് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ. എന്നാൽ തിരഞ്ഞെടുക്കപ്പെടാത്ത മറ്റു വിദ്യാലയങ്ങൾക്ക് വികസനം വേണ്ടേ എന്നൊരു ചോദ്യം മറ്റൊരു ഭാഗത്ത് ഉയരുകയാണ്.
തിരഞ്ഞെടുക്കുന്നത് സ്കോർ അടിസ്ഥാനത്തിലാണ്. അഥവാ സ്കൂളുകളുടെ നിലവാരം, അതായത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നിലവാരവും അതുപോലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യവും ആശ്രയിച്ചാണ് ഇതിൻ്റെ സ്കോറുകളെ കണക്കാക്കുന്നത്. ഏകദേശം ഒരു ബ്ലോക്കിൽ നിന്നും 2 വിദ്യാലയങ്ങളെയാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുക. അപ്പോൾ മറ്റു വിദ്യാലയങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരം നഷ്ടമാവുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തിരഞ്ഞെടുക്കാത്ത സ്കൂളുകൾക്ക് വിദ്യാലയങ്ങളിലെ നിലവാരം കുറവായതുകൊണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ നയത്തിൻ്റെ അത്യാവശ്യം. എങ്കിൽ ഈ PM ശ്രീയുടെ നിബന്ധന അനുസരിച്ച് അത്യാവശ്യമുള്ളവർക്കല്ല ഈ അംഗീകാരം ലഭിക്കുന്നത്. പകരം അത്യാവശ്യമില്ലാത്ത ആദ്യമേ നിലവാരമുള്ള അല്ലെങ്കിൽ വികസിതമായ സ്കൂളുകൾക്കാണ് വീണ്ടും വികസനത്തിന് ആവശ്യമായ ഫണ്ടുകളും കാര്യങ്ങളും വീണ്ടും ലഭിക്കുന്നത്. അപ്പോൾ വികസിതമല്ലാത്ത സ്കൂളുകൾക്ക് നീതി ലഭിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ PM ശ്രീ പദ്ധതി അസമത്വത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. സമത്വം പാലിക്കുന്നതിൽ അവർ വളരെയധികം പിന്നോക്കത്തിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് വിവിധ വിഭാഗങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് നോക്കാം. സർക്കാരിൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം, ഡിജിറ്റൽ ഇന്ത്യ, തൊഴിൽ നൈപുണ്യം, ഇന്ത്യൻ സംസ്കാര സംരക്ഷണം എന്നിവയാണ് അവർ PM ശ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അവരുടെ PM ശ്രീയുടെ ഉദ്ദേശ ലക്ഷ്യം. ഇനി പ്രതിപക്ഷത്തെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ സ്വാധീനവും ചരിത്ര തിരുത്തലും വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകരണം നടത്തുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ ഭാഗം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. എന്നാൽ അധ്യാപകരുടെ അഭിപ്രായം കൂടുതൽ അധ്യാപകരെ നിയമിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അധ്യാപക പരിശീലനം വർദ്ധിപ്പിക്കുക എന്നതാണ് അധ്യാപകർക്ക് ആവശ്യമായ കാര്യം. ഇതിലെല്ലാം ഉപരി രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ഇംഗ്ലീഷിൽ പരിജ്ഞാനം, തൊഴിൽ സാധ്യത, സുരക്ഷ ഉറപ്പുവരുത്തൽ എന്നിവയാണ് അവരുടെ ആഗ്രഹം. എന്നാൽ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ പരീക്ഷാഭാരം കുറയണം, മികച്ച ലാബുകൾ സൗകര്യങ്ങൾ ചെയ്തു നൽകണം, ഡിജിറ്റൽ പഠനം ഉറപ്പാക്കണം, തൊഴിൽ പരിശീലനം ലഭിക്കണം, തങ്ങൾക്ക് ആവശ്യമായ സമയങ്ങളിൽ മാനസികാരോഗ്യ പിന്തുണ അഥവാ അവർക്ക് ആവശ്യമായ സമയങ്ങളിൽ കൃത്യമായ സപ്പോർട്ട് ലഭിക്കുന്ന രീതിയിലാവണം വിദ്യാഭ്യാസ നയങ്ങൾ എന്നാണ് വിദ്യാർത്ഥികളുടെ ആഗ്രഹം. ഈ ആഗ്രഹങ്ങളിലെല്ലാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു പദ്ധതിക്ക് വിജയം കൈവരിക്കാനാവും. എന്നാൽ ഇന്നത്തെ PM ശ്രീയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കേരളം ഉൾപ്പെടെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ അതിനെ ഒപ്പിട്ട് നൽകാൻ വിസമ്മതിച്ചിരുന്നു. കാരണം അവർക്ക് അതിനോട് അനുകൂലിക്കാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അവർ ഒപ്പുവെക്കാത്തതിൻ്റെ കാരണത്താൽ കേരളത്തിന് SSAയുടെ ഫണ്ട് നിർത്തലാക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. SSA എന്നാൽ സമഗ്ര ശിക്ഷാ അഭിയാൻ. അത് 2000-2001 കാലഘട്ടത്തിലാണ് രൂപീകരിച്ചത്. പിന്നീട് 2018-19 കാലഘട്ടത്തിൽ SSAയെ SSK അഥവാ സമഗ്ര ശിക്ഷ കേരള എന്നതിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ SSKയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ലഭിക്കാനുള്ള 1000 കോടി കേന്ദ്ര ഗവൺമെൻറ് നിർത്തലാക്കിയതോടെയാണ് കേരള ഗവൺമെൻറ് ഒപ്പുവെക്കാൻ തയ്യാറായത്. എന്നാൽ MEOയിൽ ഒപ്പുവെച്ചു എന്ന് കരുതി PM ശ്രീയുമായി മുന്നോട്ട് പോകണമെന്നില്ല എന്നും മുൻ സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ അവർ ഒപ്പുവെക്കുന്നത് പ്രധാനമന്ത്രിയെ കണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ക്യാബിനറ്റ് പോലും അറിയാതെ അത്രത്തോളം രഹസ്യ സ്വഭാവ രീതിയിലാണ് അവർ ഇതിനെ ഒപ്പുവെച്ചത്. മുൻ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് അവരുടെ ഭരണത്തിൻ്റെ അവസാന കാലങ്ങളിലാണ്. പിന്നീട് പുതിയ സർക്കാർ ഭരണത്തിൽ വരുന്ന സമയത്ത് അവർക്ക് ഇതിനോട് തുടരാൻ തീരെ താല്പര്യമില്ല. കാരണം അവർ പറയുന്നത് മുൻ സർക്കാർ ഇതിൽ ഒപ്പുവെച്ചത് കൊണ്ടാണ് തങ്ങൾക്ക് വീണ്ടും ഇതിനെ പിന്തുടരേണ്ട അവസ്ഥ വന്നത് എന്നാണ് പുതിയ സർക്കാരിൻ്റെ വാദം. അവർ ഇനി ഇതിനെ ഫോളോ ചെയ്യുകയാണെങ്കിലും അവർക്ക് ഇതിൻ്റെ എല്ലാ നിലപാടുകളും സ്വീകരിക്കാൻ തയ്യാറല്ല. പകരം അവർ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ചിലത് മാത്രം അവരിൽ നിന്ന് സ്വീകരിക്കും. ഇതാണ് പുതിയ സർക്കാരിൻ്റെ നിലപാട്. ഇനി ഈ നിലപാടുകളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെയെങ്കിൽ എന്തായിരിക്കും PM ശ്രീയിലൂടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാവി? വിദ്യാഭ്യാസം ഒരു കെട്ടിടമോ സ്മാർട്ട് ക്ലാസ് മുറിയോ മാത്രമല്ല, അത് ഒരു രാജ്യത്തിൻ്റെ ചിന്താശേഷിയെയും ജനാധിപത്യ ബോധത്തെയും ശാസ്ത്രീയ മനോഭാവത്തെയും രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ്. നാം ഇനി ഇന്ത്യൻ ഭരണഘടനയെയും വിദ്യാഭ്യാസത്തെയും വിശകലനം ചെയ്തു നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച ഭരണഘടന വിദ്യാഭ്യാസത്തെ സാമൂഹിക നീതിയുടെ പ്രധാന ഉപാധിയായി കാണുകയാണ് ചെയ്തത്. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസം ഒരു മൗലികാവകാശം എന്നത് പ്രകാരം 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ 6 മുതൽ 14 വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. ഇത് പിന്നീട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 വഴി നടപ്പിലാക്കുകയും ചെയ്തു. ഇത് നമുക്ക് വ്യക്തമാകുന്നത് വിദ്യാഭ്യാസം ഒരു സർക്കാർ സേവനം മാത്രമല്ല, ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് എന്നാണ്.
ഇതുപോലെ തന്നെ ആർട്ടിക്കിൾ 51 ഓരോ പൗരൻ്റെയും അടിസ്ഥാന കടമയാണ്. സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം, സ്പിരിറ്റ്സ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോംസ് വളർത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചോദ്യം ചെയ്യാൻ പഠിക്കുക, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക, അന്ധവിശ്വാസങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുക. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നായി കൂടി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. യുനെസ്കോ പറയുന്നത് പ്രകാരം 21-ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികൾക്ക് 4 പ്രധാന കഴിവുകൾ വേണം. ഒന്നാമത്തേത് ക്രിട്ടിക്കൽ തിങ്കിങ്, രണ്ടാമത്തേത് ക്രിയേറ്റിവിറ്റി, 3 കമ്മ്യൂണിക്കേഷൻ, 4 കൊളാബറേഷൻ. അതായത് വിമർശനാത്മക ചിന്ത, സർഗാത്മകത, ആശയവിനിമയം, സംഘമായി പ്രവർത്തിക്കൽ. അതുകൊണ്ട് ഓരോ വിദ്യാഭ്യാസ പദ്ധതിയെയും വിലയിരുത്തുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്: കുട്ടിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? വിവിധ അഭിപ്രായങ്ങൾ കേൾക്കാൻ പഠിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നിവ. ഇനി നാം PM ശ്രീ പദ്ധതിയുടെ സാധ്യതകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ, പദ്ധതിയെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന നേട്ടങ്ങളായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിൽ അടിസ്ഥാനപരമായിട്ട് വരുന്നത് അടിസ്ഥാന സൗകര്യ വികസനം, അധ്യാപക പരിശീലനം, സ്കിൽ വിദ്യാഭ്യാസം തുടങ്ങിയവയാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല സർക്കാർ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് മുറികൾ, ഡിജിറ്റൽ ബോർഡുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബുകൾ, സയൻസ് ലാബുകൾ, ലൈബ്രറികൾ തുടങ്ങിയവ വികസിപ്പിക്കാനുള്ള അവസരം ലഭ്യമാക്കുക എന്നതാണ്. ഇനി അടുത്തതാണ് അധ്യാപന പരിശീലനം എന്നുള്ളത്. PM ശ്രീ സ്കൂളുകളിലെ അധ്യാപകർക്ക് പുതിയ അധ്യാപന രീതികൾ, IT ഉപയോഗം, അതുപോലെ തന്നെ AI അടിസ്ഥാനമാക്കിയുള്ള പഠനം തുടങ്ങിയവ ഈ അധ്യാപന പരിശീലനത്തിലൂടെ ഇവർ ലഭ്യത നൽകുന്നു. ഇനി അടുത്തതായിക്കൊണ്ട് സ്കിൽ വിദ്യാഭ്യാസം എടുത്തു നോക്കുകയാണെങ്കിൽ, NEP 2020 പറയുന്നത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് കോഡിംഗ്, റോബോട്ടിക്സ്, എൻ്റർപ്രണർഷിപ്പ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്നിവയുടെ പഠനം ലഭ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്. ഇനി നാം ഇതിൻ്റെ ആശങ്കകളിലേക്ക് പോവുകയാണെങ്കിൽ, വിമർശകരുടെ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. 1 കേന്ദ്രവൽക്കരണം, 2 പാഠ്യപദ്ധതി, 3 ഭാഷ എന്നീ ആശയങ്ങളിലൂടെയാണ്. കേന്ദ്രവൽക്കരണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സിസ്റ്റം ഉപയോഗിക്കുന്ന രാഷ്ട്രമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസമാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട്. ചില വിദ്യാഭ്യാസ വിദഗ്ധർ ചോദിക്കുന്നു, ഒരു ദേശീയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം എത്രത്തോളം പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത്. ഇനി പാഠപദ്ധതി എടുത്തു നോക്കുകയാണെങ്കിൽ, വിദ്യാഭ്യാസം എന്നത് നമുക്ക് അറിവ് നൽകുന്ന പ്രക്രിയയാണോ അതോ ഒരു പ്രത്യേക ആശയധാര വളർത്തുന്ന ഉപാധിയാണോ എന്ന ചോദ്യമാണ് വിമർശകർ നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും RSS, BJP പോലത്തെ സംഘടനകൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ആശയങ്ങളെ വളർത്തിയെടുക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഭാഷ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ, NEP മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ചില സംസ്ഥാനങ്ങൾ ഹിന്ദിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു എന്ന ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഭാഷാ വൈവിധ്യം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതാണ് മൂന്നാമതായിട്ട് അവർ ആശങ്കയായിട്ട് ഉന്നയിക്കുന്നത്. ഇനി നമ്മൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയിലേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ സർക്കാർ സ്കൂളുകൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അധ്യാപക ഒഴിവുകൾ, അധ്യാപകരുടെ ലഭ്യത കുറവാണ് 1 എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഡിജിറ്റൽ അന്തരം, 3 എന്ന് പറയുന്നത് പഠന നിലവാര വ്യത്യാസം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പഠന നഷ്ടം തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്നത് സർക്കാർ സ്കൂൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പൂർണ്ണമായിട്ടും ഇന്നേ വരെ ഒരു വിദ്യാഭ്യാസ പദ്ധതിക്കും സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ പദ്ധതിയുടെ ആശങ്കകൾ. ഇനി ഇതിന് മുന്നോട്ടുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, PM ശ്രീ യഥാർത്ഥ മാതൃകാ പദ്ധതി ആകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നത്. PM ശ്രീ എന്ന ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്ന സമയത്ത് കൂടുതലായിട്ടും സംവാദം വന്ന ഒരു മേഖലയാണ് ഈ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നത്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾ ഈ പദ്ധതി മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ ഒരുപാട് നിഷേധങ്ങൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് PM ശ്രീ യഥാർത്ഥ മാതൃക പിൻപറ്റിയിട്ടില്ലായിരുന്നു.
ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ പാഠപദ്ധതി ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നതാണ്. ഇന്നത്തെ സംവാദത്തിൽ വരുന്ന മറ്റു പ്രശ്നങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. പാഠപദ്ധതിയെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഓരോ ആശയത്തിൻ്റെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഈ പദ്ധതിയുടെ പിന്നിലൂടെ പല പ്രവർത്തകരും. അത് നമ്മുടെ PM ശ്രീ പദ്ധതിയെ യഥാർത്ഥ പദ്ധതിയല്ലാതെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നു. ഇനി അടുത്തത് ഇന്ത്യയുടെ വൈവിധ്യത്തെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. ഇന്ത്യ എന്നത് പല വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ പല ഭാഷ, പല വർണ്ണം, അതുപോലെ തന്നെ പല ജാതി എന്നീ തുടങ്ങിയ വൈവിധ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ടാണ് ഓരോ പദ്ധതിയും മുന്നോട്ട് വെക്കേണ്ടത്. അടുത്തതായി ഭരണഘടനാ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. ഓരോ പദ്ധതി, പുതിയ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവരുമ്പോഴും പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങളാണ് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായും ഓരോ പൗരനും ഇന്ത്യയുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിയും ഇതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തതായി വരുന്നതാണ് അധ്യാപകരെ നയരൂപീകരണത്തിൽ പങ്കാളികളാക്കണം എന്നുള്ളത്. അതായത് അധ്യാപകരാണ് വിദ്യാഭ്യാസ ഇടപാടുകളിൽ കൂടുതലായിട്ടും ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ നയരൂപീകരണത്തിൽ അധ്യാപകരെ കൂടി ഉൾക്കൊള്ളിക്കുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഇനി അടുത്തതായി വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യാനുള്ള കഴിവ് വളർത്തണം എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് സമൂഹത്തിൽ ഇറങ്ങി സംസാരിക്കാൻ പോലുമുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇത് വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ പുനർവൽക്കരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇനി ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രം നോക്കിയാൽ ഓരോ വിദ്യാഭ്യാസ നയവും വിമർശനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും വളർന്നു വന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ PM ശ്രീ പദ്ധതി എന്നുള്ള ഈ പദ്ധതിയും. അതിനാൽ PM ശ്രീ പദ്ധതിയെ രാഷ്ട്രീയ കണ്ണുകളിലൂടെ മാത്രം കാണാതെ വിദ്യാഭ്യാസ നിലവാരം, വിദ്യാർത്ഥികളുടെ പഠനഫലം, ഭരണഘടനാ മൂല്യങ്ങൾ, ഫെഡറൽ ഘടന, സാമൂഹ്യ നീതി തുടങ്ങിയവയിലൂടെ അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തേണ്ടത്. ഡോക്ടർ B.R. അംബേദ്കർ പറയുന്നത് പോലെ കൾട്ടിവേഷൻ ഓഫ് മൈൻഡ് ഷുഡ് ബി ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതായത് മനസ്സിൻ്റെ വളർച്ചയാണ് മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്നുള്ളത്. ഈ വാക്യം വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്കിനെ മുൻനിർത്തി വിദ്യാഭ്യാസ നയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടിയാണ് വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഓരോ പദ്ധതിക്കും നല്ല വശങ്ങളും വെല്ലുവിളികളും ഒരുപോലെ ഉണ്ടായിരിക്കും. PM ശ്രീ പദ്ധതിയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ ഇന്നും PM ശ്രീ പല ചർച്ചകൾക്കും സംവാദങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിൽ PM ശ്രീ പദ്ധതിയുടെ ലക്ഷ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന കാവ്യവൽക്കരണം എന്ന വിമർശനത്തിൻ്റെ പശ്ചാത്തലവും PM ശ്രീയുടെ ഭാവിയും നാം വസ്തുനിഷ്ഠമായി വിലയിരുത്തി. ഈ ചർച്ചയിൽ നിന്നും വ്യക്തമായ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു മികച്ച വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ കേന്ദ്ര ബിന്ദു അധ്യാപകനാണ്. ലോകബാങ്കിൻ്റെയും യുനെസ്കോയുടെയും വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സ്കൂൾ ഘടകം അധ്യാപകന്റെ ഗുണമേന്മയെന്നതാണ്. അതിനാൽ തുടർച്ചയായ അധ്യാപക പരിശീലനം, പ്രതിഫലനാത്മകമായ അധ്യാപനം, സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. രണ്ടാമതായി PM ശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കമ്പറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. അറിവ് മനഃപ്പാഠമാക്കുന്നതിൽ നിന്ന് പിന്മാറി അറിവ് പ്രായോഗിക്കാനും വിശകലനം ചെയ്യാനും പ്രശ്നപരിഹാരം കണ്ടെത്താനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന പഠന രീതിയാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം. ദേശീയ നേട്ട സർവേകളുടെയും വിവിധ വിദ്യാഭ്യാസ പഠനങ്ങളുടെയും കണ്ടെത്തലുകൾ പഠനത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ ആശയാധിഷ്ഠിത പഠനത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. മൂന്നാമതായി ഡിജിറ്റൽ സാക്ഷരതയും സാങ്കേതിക വിദ്യയുടെ അർത്ഥവത്തായ ഉപയോഗവും PM ശ്രീ പദ്ധതിയുടെ നിർണായക ഘടകമാണ്. സ്മാർട്ട് ക്ലാസ് മുറികൾ, ഡിജിറ്റൽ പഠന വിഭവങ്ങൾ, ദീക്ഷ പോലുള്ള ദേശീയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ അധ്യാപനത്തെ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നിരുന്നാലും സാങ്കേതിക വിദ്യ അധ്യാപകനെ മാറ്റി സ്ഥാപിക്കുന്നില്ല, മറിച്ച് അധ്യാപനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ഉപാധിയായി മാറിയിരിക്കുകയാണ്. നാലാമതായി PM ശ്രീ സ്കൂളുകൾ പരിസ്ഥിതി സൗഹൃദവും സുരക്ഷിതവും ഉൾക്കൊള്ളുന്നതുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ മാതൃകയാകണം. ജലസംരക്ഷണം, ഊർജ്ജ സംരക്ഷണം, മാലിന്യ സംസ്കരണം, ഹരിത ക്യാമ്പസ്, ഭിന്നശേഷി സൗഹൃദ സൗകര്യങ്ങൾ എന്നിവ വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്വബോധത്തോടെയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളോടെയും പ്രതിബദ്ധത വളർത്തുന്നു എന്നുള്ളതാണ്.
അഞ്ചാമതായി, സ്കൂളിൻ്റെ വളർച്ചയിൽ രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും പങ്കാളിത്തം നിർണ്ണയിക്കുകയാണ്. ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് കുടുംബവും സ്കൂളും തമ്മിലുള്ള ശക്തമായ സഹകരണം വിദ്യാർത്ഥികളുടെ ഹാജർ, പഠന നേട്ടം, സ്വഭാവ രൂപീകരണം എന്നിവയിൽ ഗണ്യമായ പുരോഗതി സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിൽ ആദ്യമായി പറയുന്നത് പഠന ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക പ്രവർത്തന പദ്ധതി ഓരോ സ്കൂളും രൂപപ്പെടുത്തണം എന്നുള്ളതാണ്. മറ്റൊന്നായി പറയാനുള്ളത് ഓരോ അധ്യാപകനും വർഷത്തിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ തുടർച്ചയായ ഒരു പ്രൊഫഷണൽ വികസന പരിശീലനങ്ങളിൽ പങ്കെടുക്കണം. ഇനി മറ്റൊന്നായിട്ട് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ്, സാമ്പത്തിക സാക്ഷരത, പരിസ്ഥിതി വിദ്യാഭ്യാസം തുടങ്ങിയ ഭാവി നൈപുണ്യങ്ങൾ ക്രമേണ പഠന പ്രവർത്തനങ്ങളുമായി സംയോജിക്കാൻ സാധിപ്പിക്കണം. പിന്നെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം, ജീവിത നൈപുണികൾ, മൂല്യവിദ്യാഭ്യാസം എന്നിവയ്ക്ക് അക്കാദമിക നേട്ടങ്ങൾക്ക് തുല്യമായ പ്രാധാന്യം നൽകണം. മാത്രമല്ല സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രാദേശിക സമൂഹം, പൂർവ്വ വിദ്യാർത്ഥികൾ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. മാത്രമല്ല മറ്റൊന്നും പ്രധാനവുമായി പറയാനുള്ളത് ഓരോ PM-ശ്രീ സ്കൂളും സമീപ പ്രദേശത്തെ മറ്റ് സ്കൂളുകൾക്ക് മാതൃകയും മാർഗദർശിയുമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം. ഈ പദ്ധതി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം, ഡിജിറ്റൽ സൗകര്യങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസ്, അധ്യാപക ശാക്തീകരണം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ പല പരിമിതികളും PM-ശ്രീ പദ്ധതിക്കുണ്ട്. ഈ പരിമിതികൾ പദ്ധതിയുടെ ലക്ഷ്യത്തെ ചോദ്യം ചെയ്യുന്നതല്ല, മറിച്ച് കൂടുതൽ കാര്യക്ഷമമായ നടപ്പാക്കലിൻ്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഒരു പദ്ധതിയുടെ വിജയം അതിൻ്റെ ആശയത്തിലല്ല, മറിച്ച് അതിൻ്റെ പ്രായോഗിക നടപ്പിലാക്കലിലാണ് നടക്കുന്നത്. അതിനാൽ PM-ശ്രീ പദ്ധതിയെ വിമർശിക്കുകയോ അന്ധമായി പ്രശംസിക്കുകയോ ചെയ്യുന്നതിന് പകരം അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയാണ് നാം വേണ്ടത്. നമ്മുടെ ലക്ഷ്യം ഒരു PM-ശ്രീ സ്കൂൾ മാത്രമല്ല, ഓരോ കുട്ടിക്കും സമത്വവും ഗുണമേന്മയും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഒരു മാതൃകാ പഠന സമൂഹം സൃഷ്ടിക്കലായിരിക്കണം. ഒരിക്കലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് തെളിവുകളും രേഖകളും വിദ്യാഭ്യാസ ഗവേഷണങ്ങളും ഉൾപ്പെടുത്തി വിഷയം പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയേണ്ടത്. ഇന്ന് നാം പങ്കുവച്ച ആശയങ്ങൾ നാളെയുടെ പ്രവർത്തനങ്ങളായി മാറുമ്പോഴാണ് ഈ ചർച്ചയുടെ യഥാർത്ഥ വിജയം നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിന് ദേശീയ മാതൃകയാക്കാനുള്ള ഒരു പുതിയ പ്രവർത്തന യാത്രക്ക് ഇത് തുടക്കമാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടെ ഞങ്ങളുടെ ചർച്ചയ്ക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.